അതെ അതെ അതെ, ഇത് ഹിന്ദുവിന്റെ പ്രശ്നമാണ്, ഹിന്ദുവിന്റെ മാത്രം പ്രശ്നമാണ്, ഹിന്ദുക്കളുടെ മാത്രം പ്രശ്നമാണ്. ഉണരൂ ഹിന്ദു ഉണരൂ. എവിടെയാണ് ഹിന്ദുക്കളെ? നിങ്ങളൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. ഉണർന്നിങ്ങോട്ട് ചട്ടക്കൊടഞ്ഞിങ്ങോട്ട് എണീറ്റ് വാ. നമ്മുടെ ഗോപൻ സ്വാമിനെ നമ്മൾ അടിച്ചു മുട്ടി കയറ്റി വെച്ചിരിക്കല്ലേ സമാധിൻ്റെ അകത്ത്. എന്നിട്ട് നിങ്ങൾ ഹിന്ദുക്കളെല്ലാവരും കൂടെ വീട്ടിൽ പോയി ഒളിച്ചിരിക്കണോ? നിങ്ങൾ ഉണർന്നിങ്ങോട്ട് പുറത്തോട്ട് ചാടി വാ. എന്താ അവസ്ഥയില്ലേ? ഈ കഴുതൊക്കെ എവിടെ നിന്ന് കയറി വരുന്ന മാതിരി ഓരോരോ പൂഷൻ സാധനങ്ങളൊക്കെ. ഒരു വത്സൻ ലുക്ക് ഉണ്ട്. എന്താണെങ്കിലും ഇതുപോലത്തെ കുറേ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലായല്ലോ അല്ലേ? എന്താണെങ്കിലും നമ്മുടെ ഗോപൻ സ്വാമിൻ്റെ സമാധി എന്നും പറയുന്നില്ല, കൊലപാതകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗോപൻ സ്വാമിനെ എന്തായാലും ആരൊക്കെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഈ തട്ടിക്കളഞ്ഞ ഗോപൻ സ്വാമി അവസാനം ഒരു ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അത് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാലോ അപ്പം അത് മുസ്ലിങ്ങളെ തലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുമുണ്ട്. മുസ്ലിം തീവ്രവാദികളാണോ അല്ലേ നമ്മുടെ ഗോപൻ സ്വാമിനെ സമാധിയിൽ കിടക്കാൻ സമ്മതിക്കാത്തതെന്നാണ് പറയുന്നത്. ഒക്കെ പ്രശ്നം. എന്താ ചെയ്യലേ? നമ്മുടെ നാട്ടിൽ പോലീസും പട്ടാളവും സ്റ്റേറ്റും ഒക്കെ എന്തിനാ എന്നുള്ളൊരവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പോൾ. അതായത് വിശ്വാസം കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോലീസും പട്ടാളവും ഒന്നുമില്ല. ഭരണഘടനയും പോലീസും മതേതരത്വം നമ്മുടെ കോടതിയൊന്നുമില്ല. പിന്നെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇക്കൂട്ടരാണ്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിൽ രാജസേനും സനന്ദനും പോയിരുന്നു. ആ സമയത്ത് ചർച്ചകൾ നടന്നില്ലേ? ആ സമയങ്ങളിൽ ചർച്ചകൾ നടന്ന്, പക്ഷെ അവരിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് നിയമപരമായിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. പിന്നെ നോട്ടീസിന്റെ കാര്യം എനിക്കറിയത്തില്ല. ഞങ്ങള് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ. അവര് ഒരു തീരുമാനം എടുക്കട്ടെ, ബാക്കി സമ്മതിക്കുന്നത് കാര്യം അത് പിന്നെ ഹിന്ദു ഐക്യവേദിയായിട്ട് തീരുമാനം എടുക്കട്ടെ. അതാണ്. അപ്പൊ ഹിന്ദു ഐക്യവേദിയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അല്ലേ? ഹിന്ദു ഐക്യവേദി പറയാണ് മറ്റേ കലക്ടർ കൊണ്ടുവന്ന ആ ഒരു നോട്ടീസ് ഉണ്ടല്ലോ, ഈ മാന്തണം എന്നുള്ളത്, അങ്ങോട്ട് കീറിയിട്ടാളുക എന്ന് പറഞ്ഞാൽ നമ്മളത് കീറി അങ്ങ് കളഞ്ഞേക്കും. ഇനി നാളെ പോലീസോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ എവിടുന്ന് പട്ടാളം ഇറങ്ങി വന്നാലും ഹിന്ദു ഐക്യവേദി പറയാണ് തൊടാൻ പാടില്ല സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊടാണ്ട് അങ്ങോട്ട് പോകണം എന്നായിരിക്കും അല്ലേ? അങ്ങനെയുണ്ട്. അപ്പോൾ ഹിന്ദു ഐക്യവേദിയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മൾ രാമരാജ്യത്തിലോട്ടൊക്കെ പോകുമ്പം ഇനി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇവിടെ വക്കീലും കോടതിയും അതല്ലേ പോലീസും ഒന്നും ആയിരിക്കില്ല. ഇതുപോലെ വല്ല ഹിന്ദു ഐക്യവേദികളോ അല്ലെങ്കിൽ മറ്റ് പല വാനര സംഘടനകളൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും ഇങ്ങോട്ട് തീരുമാനിക്കാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ തുടക്കമാണിത്. വേറെ ഇത് ഊപ്പിയിലൊന്നും അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഊപ്പിയിലാണെങ്കിൽ ഇങ്ങനത്തെ തന്നെ പല ഒത്തുപരിപാടികളും നടക്കും. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തോട്ട് നമ്മുടെ കേരളം വരെ മാറി വരുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ നാട്ടിലെ നാട്ടുകാർക്ക് ഒരു പ്രശ്നവുമില്ല, അവരൊക്കെയാണ് പറഞ്ഞത്. ഇവൻ്റെ അതായത് ഈ പറഞ്ഞ ഗോപാലൻ സ്വാമീൻ്റെ കുറച്ച് അകന്ന ബന്ധുക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാട്ടുകാർക്കും നാട്ടുകാർക്കും മറ്റേ കാഴ്ചക്കാർക്കും അല്ല പ്രശ്നം. ഇത് ആസൂത്രിതമായിട്ട് ആരാണോ ഈ പരിപാടി ഒപ്പിച്ചത്, ഈ വീട്ടുകാർ, അത് നമുക്ക് വ്യക്തമാണ്. ഇപ്പം അവന്മാർക്കും പിന്നെ അവന്മാർ കൂട്ടുപിടിച്ചത് വിശ്വാസത്തെയാണ്. വിശ്വാസത്തെ കൂട്ടുപിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതുപോലത്തെ പല ഐക്യവേദികളും ഹിന്ദുത്വയും സനാതനവും ഒക്കെ അവിടെ കയറി വരും. അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇങ്ങനെ ഇത്ര വൃത്തികെട്ട രീതിയിൽ നമ്മുടെ സ്റ്റേറ്റിന് ഒരു കാര്യം നടപ്പാക്കാൻ പറ്റുന്നില്ല അമ്മമാരെ പേടിച്ചിട്ട് എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കി. എന്തിനാ നോക്കി നിൽക്കുന്ന? അടിച്ചൊക്കെ തകർത്തേക്ക്. അവിടെ നാട്ടുകാരൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നില്ല. ഇവന്മാരങ്ങ് പിടിച്ചു മൂട്ടി എന്താ പറയുക, ജയിലിലങ്ങിട്ടേക്കുക. പിന്നെ ഈ തുടക്കത്തിൽ വന്ന പോലത്തെ ഏതെങ്കിലും കൂശ്മാണ്ട ചെറ്റകൾ വരുന്നുണ്ടെങ്കിൽ അടിച്ചങ്ങോട്ട് തീർത്തേടാ. എന്നിട്ട് പൊളിച്ച് കാര്യങ്ങൾ നോക്കി കേസ് എന്താണുള്ളത് തെളിയിക്കുക. അല്ലാണ്ട് അവിടെ വിശ്വാസവും അവിടെ മറ്റേ ഇമാതിരി ഉപ്പ പരിപാടികൾ നിൽക്കരുത്. ഇനി അത് പോട്ടെ, നമ്മുടെ ഗോപൻ സ്വാമിൻ്റെ കുറച്ച് പൂർവ്വ ചരിത്രം കൂടെ ഉണ്ട്. അതുകൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിൻ്റെ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്നില്ല. ആ ചരിത്രം ഒന്ന് കിട്ടുമൊക്കെ നമ്മൾ കേട്ട്. ഇങ്ങനെ കല്ലുമുട്ടിയുള്ള പാർട്ടിയാണ്. അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു അടിയൊക്കെ നടത്തി 6-7 വരെ പണ്ട് വെട്ടിയിട്ടുണ്ട്. സ്ത്രീ അടക്കം ഒരു 6-7 എണ്ണത്തിനെ വെട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ കേസും വഴക്കായപ്പോഴാണ് ആറാലുമുട്ടി വന്നത്. ആറാലുമുട്ടി വന്ന് ഇവിടെ യൂണിയനിലൊക്കെ കയറി യൂണിയൻ തൊഴിലാളിയായിട്ടിരുന്ന് കൂലിപ്പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന് എല്ലാം ചെയ്തതെന്നാണ്. അങ്ങനെ സ്വന്തമായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ചെറിയ ക്ഷേത്രം പണിയായിരുന്നു വച്ച് അവിടെ ശിവൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടുകാരൊക്കെ വിളിച്ച് കൂട്ടി അവിടെ ഞാൻ ക്ഷേത്രങ്ങൾ വയ്ക്കണം എടുക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാരെ പൈസ അവിടെ ചേർത്താണ് ആ ക്ഷേത്രം അവിടെ പണി ചെയ്തത്.
വലിയ ക്ഷേത്രം പണിയത്. 1.5 വർഷം വരെ നാട്ടുകാരെ വെച്ച് ആ ക്ഷേത്രം പണിയത്. അപ്പം അവിടെ ഓക്കെ. അപ്പോൾ ഗോപൻസ്വാമി ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു പണ്ട്. ചെറുതായിട്ടൊരു 7 ആൾക്കാരെ വെട്ടിയിട്ടുണ്ട്, വേറെ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു സ്വന്തം മോനെ തന്നെ സമാധിയിൽ ഇരുത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഗോപൻസ്വാമിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പരിപാടികൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഗോപൻസ്വാമി ഇത്രയും കാലം നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെയാണ് പുള്ളി സ്വാമിയായത്. എനിക്ക് തോന്നുന്നു പണ്ട് ചുമട്ട് തൊഴിലാളിയായിരുന്നു, പിന്നെ ഡിസ്ക് തെറ്റിയ സമയത്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു സ്വാമിയായിട്ട് എവിടെ ഒന്ന് ഇരുന്ന് കാണും. അതിനുശേഷം അമ്പലം പെയ്തു. അമ്പലമൊക്കെ ഉണ്ടാക്കിയത് കണ്ടവരെ പൈസ ഉണ്ട് കേട്ടോ, സ്വന്തം അമ്പലമൊന്നുമല്ല. നാട്ടുകാരെല്ലാവരും കൂടെ പിരിച്ചു കൊടുത്ത പൈസ വെച്ച് അമ്പലമൊക്കെ ഉണ്ടാക്കി സെറ്റായിട്ട് അങ്ങോട്ട് സമാധിയായി എന്നാണ് അപ്പോൾ കേട്ടത്. എന്താണെങ്കിലും ഗവൺമെൻറ് സ്വാമി വല്ലാത്ത പണിയെ കാണിച്ചേട്ടോ. ഇത്രയും ചുറ്റിപ്പടി ചുറ്റിക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവസാനം അപ്പോൾ ഈ മൊത്തം നാട് ഞങ്ങൾ ചുറ്റിച്ചില്ലേ. നിങ്ങളുടെ മക്കളാണെങ്കിലും ചുറ്റിച്ചില്ലേ. മരിച്ചുപോയ ആൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എന്നാലും പറയാം. എന്തായാലും വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ നാട്. എന്താണെങ്കിലും നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ മരുമകള്, ഈ പറഞ്ഞ പിന്നെ ഇത് നമ്മൾ തുടക്കത്തിൽ കണ്ട പോലത്തെ കുറേ വിവരം കെട്ട ചെറ്റ കൂശ്മാണ്ഡങ്ങളും കൂടെ വന്നിട്ട് ഇതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആക്കി മാറ്റുമോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. നീ VHP ഒക്കെ ഇതിലങ്ങോട്ട് ഇടപെടുമോ? എൻ്റെ പൊന്ന് വിഷൻ തമ്പി, നിങ്ങളൊക്കെ എവിടെയാണ്, എവിടെ ഒളിച്ചിരിക്കുന്നത്? പുറത്തോട്ട് ചാടി വാ, അഭിപ്രായങ്ങൾ പറയണ്ടേ? നിങ്ങളൊക്കെ ഇങ്ങനെ ഒളിച്ചിരുന്ന കാര്യം നടക്കുമോ? ചാടി വന്ന അഭിപ്രായങ്ങൾ പറ തമ്പി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ, നമ്മുടെ സ്റ്റേറ്റ് പോലീസിൻ്റെ ഒരു അവസ്ഥയെ. ഒരുത്തനെ കൊന്നു ഒഴിച്ചു മൂടി എന്നുള്ളത് വ്യക്തമാണ്. ഒരുത്തനെ കൊന്നു ഒഴിച്ചിട്ടാണോ ഇനി അവൻ സ്വയം ആത്മഹത്യ ചെയ്തത്, ഇവന്മാർ കൂടെ നിന്നിട്ട് ഇവർ കൂട്ടിക്കൊടുത്താണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ചെയ്തതിന് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വിശ്വാസം കയറ്റിയത് മാത്രമാണെങ്കിലും പോട്ടെ, അവിടെ മുസ്ലിം തീവ്രവാദം വരെ കയറ്റി ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ആസൂത്രിതമാണെന്ന് വ്യക്തമല്ലേ നമ്മുടെ കണ്ടു കഴിഞ്ഞാൽ. വിത്തിൻ ഡേയ്സിൽ ഇത്രയും ആൾക്കാർ വന്ന് അവിടെ ഹിന്ദുവിനെ ജയ് വിളിക്കാനും ഹിന്ദു പ്രശ്നമായി, ഹിന്ദു ഉണരു, മുസ്ലിം തീവ്രവാദമാണെന്നൊക്കെ പറഞ്ഞു കയറ്റണമെങ്കിൽ ഇവന്മാരിത് കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് ഇനി മിക്കവാറും നമ്മുടെ ഇനിയിപ്പോൾ അവിടെ പൊളിക്കാനങ്ങ് സമ്മതിച്ച് പൊളിക്കുന്ന സമയത്ത് അവിടെ ബോഡി ഇല്ലെങ്കിലോ അതോടുകൂടി തീരുമാനമാവും. സ്വാമി അതിനകത്തുനിന്ന് ഉടലോടുകൂടി സ്വർഗത്തിലോട്ട് എടുത്തെന്ന് വരും. അവസാനം അവിടെ പുതിയ അമ്പലവും പണിയും സ്വാമിൻ്റെ പേരിൽ പുതിയ കംപ്ലീറ്റ് സെറ്റപ്പ് നമ്മൾ അവിടെ ഉണ്ടാക്കും. അതോടുകൂടി റിച്ച് ഫാമിലിയായി. പിന്നെ സ്വാമിൻ്റെ മക്കളൊക്കെ കുട്ടി സ്വാമികളുമായിട്ട് പൊളിച്ചടക്കി ജീവിക്കാനുള്ള എല്ലാ പരിപാടികളും അവിടെ ഉണ്ട്. ഇനി ഇതാണ് ഇവന്മാരെ പ്ലാനെന്ന് പോലും പടച്ചമ്പുരാനെ അറിയുള്ളൂ. അമ്മ അതിൽ കാട്ടിക്കൂട്ടിൽ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പോലീസിനോ വട്ടാളത്തിനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലെ വെറും ഒരു മർഡർ കേസ് ഈ അവസ്ഥയിൽ കൊണ്ടെത്തിക്കാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചാണകം തിന്ന് തുടങ്ങി എന്നല്ല അതിൻ്റെ അർത്ഥം. ചാണകം മാത്രമല്ല, അതിൻ്റെ മൂത്ത ലെവലിലാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. ഈ വൃത്തികെട്ടവനൊക്കെ എവിടുന്ന് ചാടി കയറി വന്നു എന്ന് എനിക്ക് മനസ്സിലാവാതെ. അവൻ പറഞ്ഞ കേട്ടുവൊക്കെ നിങ്ങൾ ചിരിച്ച് ചാവും. ആരുടെയൊക്കെ പരാതിയുടെ പേരിലാണ് മേൻ മിസ്സിംഗ് കംപ്ലൈന്റ് ചെയ്തിട്ട് ഈ അടിക്കാനും പൊളിക്കാനും വെട്ടിപ്പൊളിക്കാനും വരുന്നത്? തന്തയുള്ള പരാതി ഉണ്ടോ ഞങ്ങൾക്ക് അറിയണം. തന്തയുടെ ആവശ്യമില്ലല്ലോ. അല്ല, പോലീസ് വെറുതെ അവരെ കയ്യിൽ, RTI പോലീസും റവന്യൂ അതോറിറ്റീസ് അവരെ കയ്യിൽ വെറും പാവകളാവരുത്. തന്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുത്തിട്ട് സംശയം ഉണ്ടെന്ന് ഇവിടെ ഒന്ന് പറ. തന്റെ ഇടമുള്ള തന്തയ്ക്ക് പറഞ്ഞ പരാതിക്കാരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പറ. നമ്മളെന്ന് വെച്ചാൽ നാട്ടുകാരെല്ലാം മൊത്തത്തിൽ ആൾക്കാരാണ് പരാതി കൊടുക്കുന്നത്. ഇല്ല, പരാതിക്ക് തന്തയില്ല. അതാണ് കേസ് കൊടുത്തവന്മാർക്ക് തന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാനാ പറഞ്ഞത്. എടാ തന്നുണ്ടെങ്കിലല്ല, തന്ത എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ കേസ് കൊടുത്തു. തന്തല്ലാത്ത തനിക്കാ, തന്തല്ലാത്ത തരം കാണിക്കുന്നത് നീ അവിടെ പോയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. കേസ് കൊടുത്തവർക്കല്ല തന്തല്ലാത്തത്, എനിക്കാണ് തന്തല്ലാത്ത കളി നീയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെ പ്രൊമോട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. പോലീസുകാർ നോക്കി നിൽക്കുന്നത്. അവൻ്റെ കരണക്കുട്ടി അടിച്ച് പൊട്ടിച്ച് അവൻ്റെ 32 പല്ലും താഴെ തരാനുള്ള ഓപ്ഷൻ ഇല്ല അവിടെ. ചെയ്തുകൂടായിരുന്നോ? എന്തിനാണ് ഇവനൊക്കെ ഇങ്ങനെ പിടിച്ചത്? അവൻ്റെ ആ കുമ്പപ്പളൊക്കെ കുത്തി പൊട്ടിക്കാൻ വേണ്ടി മധുര വാണങ്ങൾ കയറി വരും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുടെ ഇടയിലോട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചെറ്റകൾ. എന്നിട്ട് പോലീസുകാർ നോക്കി നിൽക്കുക, അവനെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകുക, മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഒരൊറ്റ നട്ട് കൊടുക്കണം. മോന്ത നോക്കിയിട്ട് തീറുക. അവൻ്റെ എല്ലാ സൂക്കടും അങ്ങോട്ട് തീർന്നിട്ട് അതോടുകൂടി വൃത്തികെട്ട ജന്മം. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിലോരോ കാര്യങ്ങൾ നടക്കും? മാതിരി വാണങ്ങളല്ലേ നാട്ടിലുള്ളത് മൊത്തം. എന്താണല്ലോ വേണ്ടല്ലേ. ഞാൻ സത്യം പറയാൽ ഈ പോലീസുകാരും നമ്മുടെ നാട്ടിലെ കോടതിയും ഭരണമൊക്കെ എന്ത് നോക്കി നിൽക്കുക? അവിടെ എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടാവാൻ? അവിടെ ബോധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അടിച്ച് കൂട്ടില്ല. അമ്മാതിരി ചെറ്റകൾ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിന് പേടിച്ച് നിൽക്കുക? ഇങ്ങനെയൊക്കെ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ നാട്ടിൽ ഒരുത്തൻ നാളെ കൊന്നിട്ട് നാളെ പറയാണ് സമാധിയിൽ പോയി, അല്ലെങ്കിൽ ഞങ്ങൾ സമാധിയിൽ അടക്കി അവനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോൾ എന്തായിട്ട് പോട്ടെ, നിങ്ങൾ നാളെ വേറെ മതക്കാർ എടുക്കട്ടെ, നിങ്ങൾക്ക് എന്തേലും പറയാൻ പറ്റുമോ? നാളെ മുസ്ലിം മതത്തിലാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. സമാധിക്ക് പകരം ഞങ്ങൾ ഒരാൾ മരിച്ചു, അയാൾ ഞങ്ങൾ അപ്പോഴേക്കും ദറക കിട്ടി അതിൻ്റെ ഉള്ളിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നിങ്ങൾ വെറുതെ നിൽക്കും? ഇല്ല, കേസ് എടുക്കൂലേ? നിങ്ങൾ ശരിയായിട്ട് നിയമത്തിനെ പറ്റി കുറ്റം പറയും, അല്ലെങ്കിൽ മറ്റ് പല നിയമത്തിനെ പറ്റി കുറ്റം പറയും, നിങ്ങൾ കേസ് എടുക്കൂലേ? അത് കൊലപാതകമാണോ? അത് തന്നെ എല്ലാ മതത്തിലും.
ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതിന് ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ ചെറ്റകൾക്ക് വേണ്ട ശിക്ഷ അതിന് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ നോക്കി ഇവന്മാരെ തൊഴുത് ഇവന്മാരെ കയ്യും കാലും നക്കിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത്. അത് ഏത് പോലീസാണെങ്കിലും. അവിടെ ഒന്നും ഒരു കമ്മ്യൂണൽ തേങ്ങ അവിടെ വരാൻ പോകുന്നില്ല. കുടുംബക്കാർ നാട്ടുകാർ ഒരേ സ്വരത്ത് പറയുന്നു. ആകെയുള്ളത് ഈ വിവരം കെട്ട ബുദ്ധി പോയ 2 ചാണക മക്കളും പിന്നെ ഇതുപോലത്തെ കുറേ വാണങ്ങളും ഉള്ളത് അവിടെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ. എന്താ അവസ്ഥ നമ്മുടെ നാടിൻ്റെ? കഷ്ടം.